യാത്രകൾ തുടങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലങ്ങളായി ഞാനിതുപോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ചന്ദ്രേട്ടൻ്റെ ചായക്കടയ്ക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. കോഴിക്കോടാണ് ചന്ദ്രേട്ടൻ്റെ ചായക്കട. ഇങ്ങനൊരു വീഡിയോയിലോട്ട് ഇറങ്ങാനുള്ള കാരണം, എന്നും ഈ വർക്കിൻ്റെ പ്രഷറും കാര്യങ്ങളായിട്ട് കഴിഞ്ഞ 5.5 വർഷമായിട്ട് ഞാനൊരു മൈക്രോ ഫിനാൻസിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ പ്രഷറും കാര്യങ്ങളെല്ലാം ഒന്ന് റിലീസാവാൻ വേണ്ടി ഇപ്പോൾ റിസൈൻ ഇട്ടു. 1 മാസം ഇങ്ങനെ റെസ്റ്റ് എടുത്തു, ഒരു ഗ്യാപ്പായി. അപ്പോഴാണ് ഒരു വീഡിയോ, യൂട്യൂബിലൊരു വീഡിയോ കണ്ട് എന്നെ പോലൊരു ചായക്കടയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് പോകണം എന്ന് തോന്നി. അപ്പോൾ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചതും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫുഡെല്ലാം ഫിഷ് ഐറ്റംസ് ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതിൽ ഫിഷ് ഐറ്റംസിൽ എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. വട്ടപ്പത്തിരി അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പോകുമ്പോഴും ഇവിടെ നല്ല തിരക്കായിരുന്നു, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞാൻ പോയി 4 ടൈപ്പ് ഫിഷ് ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 4 ടൈപ്പ് മേടിച്ചു. 4 ടൈപ്പ് മേടിച്ച് കഴിച്ചതിന് ശേഷം ബീച്ചിലോട്ടെല്ലാം പോയി. ബീച്ച് നമ്മുടെ കോഴിക്കോട് ബീച്ച് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയെല്ലാം പോയി ഒന്ന് കറങ്ങി റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസമാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെയുള്ള ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് തന്നെ ബൈക്ക് കൊടുത്ത് ഒരു റൈഡ് എന്ന രീതിയിൽ വന്നിറങ്ങി കറങ്ങി. ജീവിതത്തിൽ എന്നും ഈ മൂടി പിടിച്ച് എപ്പോഴും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്തെങ്കിലും ഈ സ്ട്രെസ്സ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളുടെ സ്വന്തമായിട്ടുള്ള വാഹനം എടുക്കുക, ഒരു യാത്ര പോവുക. അതായിരിക്കും എന്നും നല്ലത്. പോകുന്ന സമയത്ത് തന്നെ നമുക്ക് മഞ്ചേരി ഭാഗത്ത് വെച്ച് ഞാൻ ഒരു അടിപൊളി വിഷ്വൽ സീനറിയാണ് ഞാൻ കണ്ടത്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കായലാണ് തോന്നുന്നു. കായലിൻ്റെ തൊട്ടപ്പുറത്ത് പുൽത്തവിടെയാണ്, ഫുള്ള് പുൽത്തട്ടാണുള്ളത്. അവിടെ അത്യാവശ്യം കന്നുകാലികൾ, കുട്ടികൾ, പയ്യന്മാർ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക. നല്ലൊരു വ്യൂ ആയിരുന്നു അത്. നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ അത്ര എഫക്റ്റ് അല്ല. ഇനി ഒരുപാട് യാത്ര ചെയ്യണം എനിക്ക്.